വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കുതിർത്തെടുത്ത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ഒട്ടും തന്നെ കൂടിപ്പോകരുത്, നല്ല കട്ടിക്കിൽ തന്നെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരേ ഡയറക്ഷനിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നന്നായിട്ട് ഈ ഒരു മാവിലേക്ക് എയറൊക്കെ വരണം കേട്ടോ. ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും 2 പച്ചമുളക് അരിഞ്ഞതും അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ആ ഒരു മിക്സിങ്ങിലാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ മിക്സിങ് നന്നായിട്ട് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നല്ല തിക്ക് ബാറ്ററും ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ എണ്ണ കുടിക്കും ലൂസായി പോയാൽ. അപ്പോൾ തിക്കായിട്ട് തന്നെ എത്രത്തോളം തിക്കായിട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം തിക്കായിട്ട് ചെയ്യുക. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇത് മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട്, പുറമേ ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇനി ഇതുപോലെ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.